അമൽ തേനമറമ്പിൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അമൽ, ഘടകകക്ഷികളുടെ ഒക്കെയും സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ADGP അജിത് കുമാറിനെയാണെങ്കിലും പി ശശിയാണെങ്കിലും ഇടതുമുന്നണിയുടെ കൺവീനർ എന്ന നിലയിൽ ഇപ്പോൾ ടി പി രാമകൃഷ്ണനെ സംരക്ഷിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പിണറായി വിജയൻ എടുത്ത നിലപാട് നമ്മൾ കാണുകയാണ്. തെറ്റ് തെളിയിക്കപ്പെട്ടാൽ മാത്രം നടപടി എന്നുള്ളതാണോ മുന്നണിയുടെ തീരുമാനം? മുന്നണിയുടെ തീരുമാനം എന്ന് പറയുന്നത്, മുന്നണി യോഗത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നതാകും കൂടുതൽ നല്ലത്. കാരണം മുന്നണിയിൽ എല്ലാ ഘടകകക്ഷികൾക്കും ആ തീരുമാനമല്ല, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അതല്ല. CPI, RJD അടക്കമുള്ള ഘടകകക്ഷികൾ കൃത്യമായി തന്നെയുള്ള വിയോജിപ്പ് ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ മുന്നണിയുടെ തീരുമാനമായി പുറത്തേക്ക് വരുന്നത്, മുന്നണി കൺവീനർ പ്രഖ്യാപിക്കുന്നത് ADGP MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയുള്ള ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള തീരുമാനത്തിലേക്കും സർക്കാർ പോകുന്നില്ല, ആഭ്യന്തര വകുപ്പ് പോകുന്നില്ല. ആ സ്ഥാനത്ത് തന്നെ ADGP അജിത് കുമാർ തുടരും. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി തന്നെ തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെടുന്ന ഒരു സംഘം DGP ആ സംഘത്തിലുണ്ട്. പക്ഷേ മറ്റുള്ളവരെല്ലാം ADGP റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളാണ്. അവരടക്കമുള്ളവർ ഉള്ള ഒരു അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം തുടർന്നു പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റെഫിൻ ഈ വാർത്താസമ്മേളനത്തിന് ശേഷം പുറത്തേക്ക് വന്നതാണ്. സ്റ്റെഫിൻ, അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. ADGP MR അജിത് കുമാറിന് കൃത്യമായ സംരക്ഷണം കിട്ടുന്നു. ആരുടെ സംരക്ഷണം എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. എന്തെല്ലാമാണ് LDF യോഗത്തിൽ നടന്നത്? ഏതായാലും ആരോപണ വിധേയരായ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ, ഒന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി, അതിഗുരുതരമായ ആരോപണം അദ്ദേഹത്തിന് നേരെ ഒരു ഭരണകക്ഷിയിൽപ്പെട്ട MLA തന്നെ ഉന്നയിക്കുന്നു. പോലീസ് സംവിധാനത്തിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ഭീകരമായ ഗുരുതരമായ ആരോപണങ്ങൾ ADGP MR അജിത് കുമാറിന് എതിരെ വരുന്നു. അദ്ദേഹം ഇപ്പോഴും ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP ആയി തുടരുന്നു. അവരുടെ ആ രണ്ടു പേരുടെ കാര്യത്തിലും യാതൊരു തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങാനോ ഇടതുമുന്നണിയോ CPM തയ്യാറല്ല. കൃത്യമായൊരു സംരക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വർഗീസ് ജോർജ് അടക്കം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പരസ്യമായി തന്നെ പ്രതികരിച്ചു. RSSന്റെ വളർച്ച സംസ്ഥാനത്ത് വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. ആ വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രശ്നങ്ങളാണ് ADGP. മാത്രമല്ല, RSSനോട് ശക്തമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് തുടർച്ചയായി വാർത്താ സമ്മേളനത്തിൽ TP രാമകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ അതിശക്തം RSSുമായുള്ള ഏറ്റുമുട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കണക്കൊക്കെ പറയുന്നുണ്ട് LDF കൺവീനർ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും അങ്ങനെയുള്ള ഒരു സംഘടനാ സംവിധാനവുമായി RSSുമായി ഒരു ചർച്ചയ്ക്ക് പോയ ഒരു ചർച്ചയല്ല, രണ്ട് ചർച്ച, അതും ഈ രാജ്യത്തെ RSSന്റെ സംഘടനാ സംവിധാനം നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പേർ, ഒന്ന് ദത്താത്രേയ ഹൊസബള, അതോടൊപ്പം തന്നെ രാമാധവ്, അവരെ പോലെ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാർ എന്ത് വിഷയമാണ് ചർച്ച ചെയ്തതെന്നുള്ള കാര്യം പരിഗണനയ്ക്ക് പോലും വന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെയുള്ള RSSനെ എതിർക്കുന്നു, പക്ഷേ RSSുമായി ചങ്ങാത്തം പുലർത്തുന്ന ADGPയെ സംരക്ഷിക്കുന്നു. ആ നിലപാടല്ലേ? ഒപ്പം വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു. ആ കൂടിക്കാഴ്ചയാണ് EP ജയരാജന്, അതായത് സംസ്ഥാനത്തെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായത്. ആ ഒരു സംരക്ഷണം EP ജയരാജന് കിട്ടാത്തൊരു സംരക്ഷണം യഥാർത്ഥത്തിൽ ADGP അജിത് കുമാറിന് പി ശശിക്കും ഒക്കെ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ADGP MR അജിത് കുമാറിന് കിട്ടുന്നു എന്നുള്ളതാണ്. ഷെഫിനെ, അതായത് LDF കൺവീനർ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ എടുത്തെടുത്ത് LDF കൺവീനർ പറയുന്നതിനിടയിൽ ചോദ്യമായി പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഒരു CPMന്റെ നേതാവ് എന്നുള്ള നിലയിൽ ധാർമ്മികമായി പറയാൻ പറ്റാത്തത് കൊണ്ട്, അതിന് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് LDF കൺവീനർ പറയുകയാണ്. ഇങ്ങനെ ഒരാളെ തുടർന്ന് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി LDF കൺവീനർ പറയുന്നത്, എന്നെ കുഴക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണ്. എന്താ LDF കൺവീനർക്ക് അത്തരത്തിലൊരു പ്രതിസന്ധി, ഒരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്? തീർച്ചയായിട്ടും സ്വാഭാവികമാണല്ലോ. അത് അദ്ദേഹം പുതിയതായിട്ട് LDF കൺവീനറായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നതേ ഉള്ളൂ. അതോടൊപ്പം നേരത്തെ EP ജയരാജൻ അടക്കമുള്ള വലിയ നേതാക്കൾ ഇരുന്ന ഒരു പദവി, പാർട്ടികളെല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക, ആ മുന്നണി സംവിധാനത്തെ ഒന്നായി കൊണ്ടുപോവുക എന്നൊക്കെ ഒരു വലിയ പ്രതിസന്ധി സമ്മർദ്ദം അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഉണ്ട്. കാരണം അടിക്കടി ഉണ്ടാകുന്ന വിഷയങ്ങൾ, കാരണം നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, CPI അതിൽ വലിയൊരു അമർഷം പ്രകടിപ്പിച്ചു. ഇപ്പോൾ മുകേഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ രാജിവെക്കണം, MLA സ്ഥാനം താൻ രാജിവെക്കണമെന്ന് ആവശ്യം വന്നു. പക്ഷേ പാർട്ടി അവിടെ സംരക്ഷിച്ചു. ഇപ്പോഴും CPIയുടെയും RJDയുടെയും ഒക്കെ ഒരു എതിർപ്പ് CPM അവഗണിച്ചുകൊണ്ട് ഈ കുറ്റാരോപിതരെ സംരക്ഷിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോക്കാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ LDF കൺവീനറെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരും മറ്റു പാർട്ടികളിൽ നിന്നായാലും. നമുക്ക് ഇന്നത്തെ LDF യോഗം കൂടി കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാമല്ലോ സ്റ്റെഫിനി, അതായത് ഈ അന്വേഷണത്തിന് കൊടുത്തിരിക്കുന്ന സമയപരിധി, DGPയുടെ നേതൃത്വത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാനായി പറഞ്ഞിരിക്കുന്ന സമയപരിധി 1 മാസമാണ്. ആ 1 മാസത്തിന് ഇടയ്ക്ക് ഇങ്ങോട്ട് ഒന്നും സംഭവിക്കാനില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് MR അജിത് കുമാർ തുടരും. DGPയുടെ അന്വേഷണം നടക്കും, അന്വേഷണത്തിൽ റിപ്പോർട്ട് വരും. എന്തെങ്കിലും കണ്ടെത്തിയാൽ
അതായത് കണ്ടെത്തിയാൽ മാത്രം അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാമെന്നൊരു നിലപാടിലേക്ക് പാർട്ടിയും മുന്നണിയും എത്തുന്നു ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അതിനിടയ്ക്ക്. അതെ, അതാണ് ഈ ഘട്ടത്തിൽ ഇപ്പോഴും പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ ഒരു നിലപാടായി പറയുന്നത്. കാരണം പരസ്യമായി തന്നെ CPIയും അതോടൊപ്പം RJDയും ഒക്കെ തന്നെ അവരുടെ പരസ്യ നിലപാട് പ്രഖ്യാപിച്ചിട്ട് പോലും മുന്നണി യോഗത്തിൽ അത് അജണ്ട വെച്ച് ചർച്ച ചെയ്യാനോ, ഏറ്റവും പ്രധാനമായും ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു ADGPക്കെതിരെ അതിഗുരുതരമായ ആരോപണം, തൃശ്ശൂർ പൂരം കലക്കിയെന്ന അടക്കമുള്ള ഗുരുതരമായ ആരോപണം CPIയിൽ നിന്നും തന്നെ ഉയരുമ്പോഴും സംരക്ഷിച്ച് മുന്നോട്ട് പോകും. ഇന്നലെയും പോലീസുകാരുടെ ട്രാൻസ്ഫർ സംബന്ധിച്ച് ഒരു പട്ടിക പുറത്തിറങ്ങിയിരുന്നു. മലപ്പുറം SP അടക്കം മാറ്റിക്കൊണ്ടുള്ള പട്ടിക. ആ പട്ടിക പുറത്തു വന്നപ്പോഴും MR അജിത്കുമാറിന്റെ പേര് അതിനകത്ത് ഉണ്ടായില്ല. ഒരു യൂണിഫോം ഇട്ട സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് ഈ സമീപകാലത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒരു സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്? ഒരിക്കലുമില്ല. സമീപകാലത്തെന്നല്ല, പോലീസ് ഈ CPMന്റെ ചരിത്രത്തിലോ അല്ലെങ്കിൽ പോലീസിന്റെ ചരിത്രത്തിലോ ഒന്നും ഇങ്ങനെ MR അജിത്കുമാറിനെ CPM ഇപ്പോൾ സംരക്ഷിക്കുന്ന തരത്തിലൊരു സംരക്ഷണം ഏതെങ്കിലും ഒരു പോലീസുകാരന് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രതിപക്ഷം പറയുന്ന പോലെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിപക്ഷം മാത്രമല്ല, CPIക്കും RJDക്കും എല്ലാ സംശയമുണ്ട്. പക്ഷേ ആ സംശയം ദൂരീകരിക്കാൻ CPMന് എന്തായാലും കഴിയുന്നില്ല, മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അല്ല എങ്കിൽ ഒരുപക്ഷേ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ LDF യോഗം കഴിഞ്ഞതിന് ശേഷം LDF യോഗത്തിൽ നടന്ന എന്തെങ്കിലും വിഷയത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ സാധാരണ നിലയിൽ സമീപകാലത്തൊന്നും ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്തൊക്കെ ചില എതിർപ്പുകളൊക്കെ പരസ്യമായി പറഞ്ഞ ഈ കാനം രാജേന്ദ്രൻ അടക്കമൊക്കെ പലത്തിനും നമ്മൾ കേട്ടിട്ടുണ്ട്, LDF ഘടകകക്ഷി നേതാക്കൾ. പക്ഷേ രണ്ടാം സർക്കാരിൻ്റെ സമയത്ത് അങ്ങനെ പരസ്യമായൊന്നും ആരും എതിർപ്പൊന്നും പ്രകടിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് രണ്ടുപേർ, ഒന്ന് ബിനോയ് വിശ്വം വ്യക്തത നൽകിയില്ല എങ്കിൽ കൂടി അതൃപ്തി പ്രകടമാണ്. രണ്ടാമത് വന്നിറങ്ങിയ RJDയുടെ നേതാവ് വർഗീസ് ജോർജ് കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് മുന്നണിയിൽ ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയും അഭിപ്രായ വ്യത്യാസവും പ്രകടമാക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ഏത് തരത്തിലുള്ള തീരുമാനമാണോ CPMന്റെ ഭാഗത്തുണ്ടാകും അതിന് വഴങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി ഘടകകക്ഷികൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏതു തരത്തിൽ, അതായത് നിലവിലുള്ള അതൃപ്തി അത് ഇനിയും പരസ്യമായി പറയാനുള്ള സാധ്യതയുണ്ട്. അതായത് മുന്നണിയെ ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ള ഒരു കുട്ടുത്തരവാദിത്വം ഉണ്ടല്ലോ, അത് ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിഫലിക്കാൻ പോവുക? പ്രത്യേകിച്ച് TP രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കൊണ്ടുപോകാനാവും? TP രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം TP രാമകൃഷ്ണൻ ഒരു വിഷയത്തിലും പൂർണ്ണമായി സംരക്ഷണം ഒരുക്കുന്നില്ല ADGP MR അജിത്കുമാർ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതായത് TP രാമകൃഷ്ണൻ പറഞ്ഞു പോയതിനിടയിൽ, വാർത്താസമ്മേളനത്തിനിടയിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, പിന്നീട് അദ്ദേഹം അത് തിരുത്തി. അതായത് കുറ്റവാളികളടക്കം ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നപ്പോൾ നമ്മൾ വീണ്ടും എടുത്തു ചോദിച്ചു, താങ്കൾക്ക് പറ്റിയത് നാക്കുപിഴയാണോ അതോ ആ നിലപാടാണോ പാർട്ടിക്ക് എന്നുള്ളത്. അപ്പോൾ തിരുത്തി പറഞ്ഞു, കുറ്റവാളികളായി ആരോപിക്കപ്പെടുന്നവർ എന്നുള്ളത്. അതായത് പാർട്ടിയുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യവും ഒരു സാധാരണ CPM പ്രവർത്തകൻ്റെ സഖാവിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യവുമൊക്കെ വെളിവാക്കുന്ന തരത്തിലുള്ളൊരു പ്രതികരണമായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് അത് തിരുത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് വളച്ചൊടിക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. അതൃപ്തി എന്നുള്ള കാര്യം പരസ്യമായി തന്നെ ഇപ്പോൾ സമ്മേളന കാലഘട്ടമാണ്. ഇനിയിപ്പോൾ ഇവർ എത്രത്തോളം അതൃപ്തിയില്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എടുത്ത നിലപാടുകളോടെല്ലാം പൂർണ്ണ യോജിപ്പ് മുന്നണിക്കും പാർട്ടിക്കുമൊക്കെ ഉണ്ട്, മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇനി വരാനിരിക്കുന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സമ്മേളന കാലം വരാനിരിക്കുകയാണ്. ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം അടക്കം ഇങ്ങനെ വരാൻ പോവുകയാണ്. സ്വാഭാവികമായും ആ സമ്മേളനങ്ങളിൽ നിന്നും ഉറപ്പാണ് ഈ LDF യോഗത്തിൽ, ഇന്ന് AK സെന്ററിൽ നടന്ന LDF യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞതായിരിക്കില്ല ആ യോഗത്തിൽ വരുന്ന നിലപാടെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.